ഞാനിങ്ങനെ അന്യഭാഷയെ പാടിച്ചുകൊണ്ടിരിക്കുമ്പോൾ സജീഷ് ഫാസിനോടൊന്ന് പറഞ്ഞു, ബ്രദർ ചേട്ടനല്ലേ ഹോസ്പിറ്റലിൽ, അദ്ദേഹം എന്തോ ഒരു പ്രശ്നമായി സീരിയസ് ഹോസ്പിറ്റലാണ്, ഈ കർച്ചീഫ് ഒന്ന് കൊടുക്കണമെന്ന് പറഞ്ഞു. പെട്ടെന്ന് കൊടുത്തില്ല. ഞാനത് വെച്ച് പ്രാർത്ഥിച്ചു, എൻ്റെ മേൽ വീണ ഈ മാൻഡിലിൻ്റെ എഫക്റ്റ് ഇതിനകത്ത് തെളിയണം എന്ന് പറഞ്ഞ് ഞാൻ കണ്ടൊരു തീയാണ് കൊടുക്കുന്നത്. പ്രാർത്ഥിച്ചു കൊടുത്തു. ഞാൻ ആ സാക്ഷ്യം കേട്ടു. ആ മനുഷ്യൻ്റെ ദേഹത്ത് ഇട്ട സമയം തന്നെ ശരീരം തീ പിടിച്ചു. അദ്ദേഹം സൗഖ്യമായ ഒരു സാക്ഷ്യം ഞാൻ അകത്ത് കേട്ടു. അദ്ദേഹം ഒരു ശുശ്രൂഷകനാണ്, കോഴിക്കോടാണ് ശുശ്രൂഷ ചെയ്യുന്നത്. वो एक प्रभु के दास हैं, कोഴിക്കോട് नाम की जगह में वो सेवकाई देते हैं. പകർച്ചപ്പനി ഒത്തിരി കോഴിക്കോട് ഉണ്ടെന്നാണ് അറിഞ്ഞത്. അങ്ങനെ 1.5 ആഴ്ചയായിട്ട് പനി പിടിച്ച് കിടപ്പായിരുന്നു. 1.5 हफ्ते से वो बुखार से बहुत ज्यादा परेशान थे. ഗവൺമെന്റ് ആശുപത്രി പോയുള്ള ഒരു ചെറിയ ചെക്കിങ്, അതായത് മരുന്ന് കുടിച്ചിട്ട് വീട്ടിൽ പോയി കിടന്നു. सरकारी अस्पताल में जाकर छोटा सा दवाई को लिए और घर में जाकर सो गए. 3-4 ദിവസം കഴിഞ്ഞപ്പോൾ കുറയുമെന്ന് വിചാരിച്ചു, പക്ഷെ ശരീരം തളർന്നു. 3 दिन में कम होगा सोचे, पर वो शरीर और कमजोर हो गया. എഴുന്നേൽക്കാൻ പറ്റിയില്ല. वो उठ नहीं पाए. അപ്പോൾ ഞങ്ങളെ വിളിച്ചു. उस समय हमको उन्होंने फोन किया. പെരുമ്പാവൂർ ഒരു ഹോസ്പിറ്റലിൽ, അത് പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്, അവിടെ ആക്കി. प्राइवेट हॉस्पिटल में उन्हें शिफ्ट किया गया. ചെക്ക് ചെയ്യുമ്പോൾ ഡെങ്കിപ്പനിയാണെന്ന് അവർ പറഞ്ഞു. जब उनका चेकअप हुआ तब डेंगू का बुखार है ऐसा उन्हें रिपोर्ट मिला. സാധാരണ പെട്ടെന്നാണെങ്കിൽ കുഴപ്പമില്ല, കുറച്ച് ആഴ്ചകളായി ഇതിങ്ങനെ ക്ഷീണം വന്നിട്ട്. करीब तुरंत ऐसा नहीं हुआ, 1 हफ्ते से वो परेशान थे. ബ്ലഡ് കൗണ്ട് താഴേക്ക് പോയി. उनका ब्लड काउंट जो है वो भी नीचे गिर गया. ശരീരം ഒത്തിരി തളർന്നു പോയിട്ട് എഴുന്നേറ്റ് നടക്കാൻ പറ്റത്തില്ല. वो बहुत कमजोर होकर उठकर चल भी नहीं पाए. ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു. हमने प्रार्थना किया था. പക്ഷെ മീറ്റിംഗിന്റെ അവസാനം എനിക്ക് ആ വേദിയിൽ നിന്നപ്പോൾ എനിക്ക് തോന്നി, അഭിഷിക്തന്റെ കയ്യിൽ ഒരു ടൗൽ ഇരിപ്പുണ്ടല്ലോ. उस मीटिंग के लास्ट सेशन में मुझे ऐसा लगा कि प्रभु के अभिषिक्त दास के पास एक रुमाल है. അപ്പോൾ അത് ഞാൻ ചോദിച്ചു, ആ പ്രാർത്ഥിച്ച് എൻ്റെ കരങ്ങളിലേക്ക് അത് തരണം, ഹോസ്പിറ്റലിൽ കൊണ്ടിടാനാന്ന് പറഞ്ഞു. तब मैंने उनको बोला कि उस रुमाल को प्रार्थना करके मुझे दीजिए, मैं उसे हॉस्पिटल में ले जाकर उनके ऊपर डालूंगा. അപ്പോസ്തലിക ഒരു പകർച്ചയാണല്ലോ അവിടെ നടന്നത്. वहां पर प्रेरितों का एक बहाव और एक फैलना वहां हुआ था. കർച്ചീഫിന്റെ മേൽ ദൈവശക്തി ഇറങ്ങി. उस रुमाल में परमेश्वर का सामर्थ उतरा. ഞാനത് കൊണ്ടുപോയ സമയത്ത് ആർക്കും കൊടുത്തില്ല. ഞാനത് അവിടെ ഭദ്രമായിട്ട് ബൈബിളിന്റെ ഉള്ളിൽ സൂക്ഷിച്ചു വെച്ചു. मैं जब इस रुमाल को लेकर गया, मैं इस रुमाल को किसी को नहीं दिया. मैंने बाइबल के पास उस रुमाल को संभाल कर रखा. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അദ്ദേഹം എൻ്റെ മൂത്ത ചേട്ടനാണെങ്കിലും ശുശ്രൂഷയിൽ ഞാൻ ആദ്യമായതുകൊണ്ട് ഒന്നും നോക്കിയില്ല. തലേ കൈ വെച്ച ടൗല് വെച്ച് അങ്ങ് പ്രാർത്ഥിച്ചു. वो मेरे बड़े भाई हैं और सेवकाई में पहला समय है उनका. मैं ये सब नहीं देखा. मैंने प्रार्थना करके उनके ऊपर उस रुमाल को रखा. അത് ടൗലിട്ടപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ സംഭവിക്കുകയാണ് അതിനകത്ത്. जब उस रुमाल को रखा तभी कुछ होने लगा. അന്ന് വരെ ഇല്ലാത്തൊരു ഉറപ്പിന്റെ ഉള്ളിൽ വന്നു. ആ സെക്കൻഡിൽ അതെന്തോ സംഭവിക്കുന്നു വന്ന്. उस समय तक जो एक स्थिरता और विश्वास मेरे अंदर नहीं आया, और वो विश्वास आया और मुझे ऐसा लगा कि कुछ हो रहा है. ആ സെക്കൻഡിൽ തന്നെ അത് ഹീലായി, ബ്ലഡ് കൗണ്ട് വർദ്ധിക്കാൻ തുടങ്ങി. उसी समय परमेश्वर का अद्भुत सामर्थ उतरा और ब्लड काउंट बढ़कर वो चंगे होने लगे. ഇന്ന് ഞാൻ അറിഞ്ഞത് അദ്ദേഹത്തിന് വലിയ മാറ്റമായി എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. അഭിഷിക്തന്റെ കരങ്ങളിലൂടെ കൈമാറിയ ആ അപ്പോസ്തലിക മിനിസ്ട്രിക്ക് അകത്തുള്ള അധികാരത്തിന്റെ തലം ആ പുതപ്പിൽ വീണപ്പോൾ, ആ ടൗലിൽ വീണപ്പോൾ, അത് വ്യക്തികളുടെ അകത്ത് വ്യാപരിച്ച രോഗത്തിന്റെ അണുക്കളെ കത്തിച്ചെങ്കിൽ വിശ്വസിക്കാൻ നമ്മുടെ സമയമാണ്. സൗഖ്യങ്ങളെ ദൈവാത്മാവ് റിലീസ് ചെയ്യുകയാണ്. वो अभी बहुत अच्छे हैं. वो रुमाल के द्वारा प्रभु के अभिषिक्त दास का जो प्रेरित की जो सेवकाई का बंटवारा हुआ है, उसका अद्भुत कार्य उस भाई के ऊपर हुआ. കരങ്ങളെ ഉയർത്തി सब हाथों को ऊंचा करके प्रभु को